ഒരു പോസ്റ്റിൻ്റെ അടിയിലെ കമൻറ്റുകൾ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്നലെ പറഞ്ഞ ഒരു വാക്കിൻ്റെ ആ ഒരു സംഭാഷണത്തിൻ്റെ അകത്ത് എടുത്തിട്ടുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടാണ് ഈ പോസ്റ്റ്, ക്യൂവിലുള്ള പോസ്റ്റാണ്. അപ്പോൾ ക്യൂവിൻ്റെ പോസ്റ്റിൻ്റെ കമൻറ്റുകളാണ് എന്നെ ചിന്തിപ്പിക്കുന്നു. ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് പറയാമെന്ന് വിചാരിക്കുന്നത്. ഇതിൽ അവധി ദിവസം പഠിച്ചാൽ മതി, സൺഡേ ക്ലാസ് പോലെ, 18 വയസ്സ് വരെ എല്ലാത്തരം മതപഠനം നിരോധിക്കുക, അങ്ങനെ പറയുന്നവരുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് ഈ ചോദ്യം കോടതിയോട് പോയി ചോദിക്കാൻ പറയുന്നുണ്ടൊരു വനിത. മദ്രസ പഠനം നിർബന്ധമായും വേണമെന്നുള്ളവർ സ്കൂൾ സമയത്തിനനുസരിച്ച് അതും ക്രമീകരിക്കണം, അതല്ലേ അതിൻ്റേതായ ഒരു ശരി. പിന്നെ നിങ്ങൾ ആദ്യം പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റി കിട്ടുക, എന്നിട്ട് നോക്കാം. ഈ ഗൾഫ് നാടുകളിൽ മദ്രസ കാണുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു ആകത്തുക എന്ന് പറയുന്നത് ഈ കമൻറ്റ് ബോക്സിൽ മദ്രസയെ വേണ്ട, മദ്രസ പഠനമേ വേണ്ട എന്ന് പറയുന്നവരും അതുപോലെ സമയം നിങ്ങൾക്ക് വേണേൽ മാറ്റിക്കോ എന്ന് പറയുന്നതുമാണുള്ളത്. സത്യത്തിൽ മദ്രസ പഠനത്തിനോട് എന്തിനാണ് ഇത്ര വിരോധം? അത് ഒരു മതം അതിൻ്റെ മതചിട്ടകൾ പഠിപ്പിക്കുന്നു, അതല്ലേ ചെയ്യേണ്ടത്? അത് മറ്റുള്ള മതങ്ങളും ചെയ്യേണ്ടതല്ലേ? അവരുടെ മതത്തിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ, അവരവരുടെ മതത്തിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അപരമത വിദ്വേഷവും ഉണ്ടാവില്ല, ഇവിടെ വർഗീയതയും ഉണ്ടാവില്ല. സ്വസമുദായം അന്തസ്സോടുകൂടെ ജീവിച്ചു പോകും. ഓരോ സമുദായവും തങ്ങളുടെ സമുദായത്തിൻ്റെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അതല്ലേ മദ്രസകളിലൂടെ പഠിപ്പിക്കുന്നത്. അതല്ല എന്നാണ് അഭിപ്രായം ഉള്ളവർ മദ്രസകളിലൊന്ന് പോയി നോക്കട്ടെ, അവരെന്താണ് പഠിപ്പിക്കുന്നത്, അവരുടെ സിലബസ് എന്താണ്, അവർ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ എന്താണ്, അതൊന്ന് വിശകലനം ചെയ്യട്ടെ. അതല്ലേ ചെയ്യേണ്ടത്? ബ്ലൈൻഡായിട്ട് മദ്രസ പഠനമാണ് തീവ്രവാദം, അങ്ങനെ പോലും ഇതിൽ എഴുതിയിട്ടുണ്ട്. മദ്രസ പഠനം നിർത്തണം, തീവ്രവാദമാണ് ഇവർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എന്തൊരവസ്ഥയാണല്ലോ ശരിക്ക്. അന്യമതസ്ഥർക്ക്, ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞ ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് ഒരിക്കലും ഇതിനെ എതിർ നിൽക്കേണ്ടത് ആവശ്യമില്ല. അവരുടെ മതങ്ങൾ അവർ പഠിപ്പിക്കുകയാണ് വേണ്ടത്, അതല്ല ചെയ്യേണ്ടത് അല്ലേ. പക്ഷേ ഇത് എന്തോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്. ഇപ്പോഴും CPM ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിംസിനെ ഒരു പക്ഷത്തവിടെ കൊണ്ടിടുക, എന്നിട്ട് പിന്നെ ഇങ്ങനെ തട്ടി കളിക്കുക, ഇങ്ങനെ ആൾക്കാർക്ക് കമൻ്റ് അടിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുക. സംഖ്യകൾക്കൊക്കെ മേഞ്ഞ് കമൻറ്റും വീഡിയോസൊക്കെ ഉണ്ടാക്കാനുള്ള നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കും. എന്നിട്ട് ലാസ്റ്റ് അതിൽ പിൻവലിക്കും. ആ ഉള്ള ഗ്യാപ്പിലുള്ള ഒരു വോട്ട് കച്ചവടമില്ല, അതവിടെ നടക്കും. പിന്നെയോ ഈ പിൻവലിയുന്നതിലൂടെ പിന്നെ മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരു സപ്പോർട്ട് അതും കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? ഇത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ.